നമസ്കാരം, വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തിരൂർ നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് സംയുക്ത ബസ് തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ബസ് സമരം ആരംഭിച്ചു. ഇന്നലെ അർദ്ധരാത്രി മുതലാണ് പണിമുടക്ക് ആരംഭിച്ചത്. പണിമുടക്ക് ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ KSRTC അധിക സർവീസ് നടത്തുന്നുണ്ട്. പൊന്മുണ്ടം പഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുജനാരോഗ്യ മേഖലയിൽ നടപ്പിലാക്കുന്ന നൂതന പദ്ധതിയായ പൊൻകിരണം ആരോഗ്യ സംരക്ഷണം കൗമാരം മുതൽ വാർദ്ധക്യം വരെ പദ്ധതിയുടെ പ്രഖ്യാപനം ജില്ലാ കളക്ടർ VR പ്രേംകുമാർ നിർവഹിക്കും. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് പ്രഖ്യാപനം. SYS താനൂർ സോൺ യൂത്ത് പാർലമെന്റിന്റെ ഭാഗമായി ഗാന്ധി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് സർക്കിൾ കേന്ദ്രങ്ങളിൽ ഫാസിസ്റ്റ് വിരുദ്ധ സായാഹ്നം സംഘടിപ്പിച്ചു. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയ്ക്ക് കീഴിലുള്ള വിശ്വംഭര ക്ഷേത്ര സന്നിധി ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അപൂർവ അരങ്ങേറ്റത്തിന് സാക്ഷ്യം വഹിച്ചു. കോട്ടയ്ക്കൽ കാവതികുളം സ്വദേശികളും ഇരട്ടകളും സഹോദരികളുമായ ഹസ്നത്ത് മറിയവും ഷഹനത്ത് മറിയവും കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ചപ്പോൾ അതൊരു വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ വേദി കൂടിയായി മാറി. വലിയ മൈതാനങ്ങൾ കുറഞ്ഞതോടെ ചെറിയ മൈതാനങ്ങൾ കണ്ടെത്തി കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർ വർദ്ധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും ഫുട്ബോൾ മത്സരങ്ങൾ. അത്തരത്തിൽ ഒരു കൂട്ടം യുവാക്കൾ മുൻകൈയെടുത്ത് കടലുണ്ടി പുഴയോരത്ത് തയ്യാറാക്കിയ ചെറിയ മൈതാനത്ത് നടന്നു എന്നാൽ വലിയ ഫുട്ബോൾ മത്സരത്തിൻ്റെ കാഴ്ചയും വിശേഷവും കാണാം. നന്നമ്പ്ര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരത് ചോഡോ ദേശീയോദ്ഗ്രഥന സംഗമവും ഗാന്ധിജി രക്തസാക്ഷി ദിനാചരണവും സംഘടിപ്പിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് CMC നജില തിരൂരിലെ തീരപ്രദേശമായ പറവണ്ണ മുറിവഴിക്കലിലെത്തുന്നത് ലോക ചാമ്പ്യൻ പകിട്ടോടെ. പ്രഥമ അണ്ടർ-19 വനിതാ 2020 കിരീടം നേടിയ ഇന്ത്യൻ ടീമിലെ റിസർവ് താരമായിരുന്നു ഈ പെൺകുട്ടി. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ കോട്ടൂർ AKM HSSൽ സംഘടിപ്പിച്ച ദ്വിദിന ഫ്ലവറിംഗ് ക്യാമ്പിന് സമാപനം. ദശാബ്ദി ആഘോഷിക്കുന്ന മീനർത്തൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ വ്യാഴാഴ്ച മീനർത്തൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ ചരിത്ര സെമിനാർ സംഘടിപ്പിക്കും. നിറമരുതൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഗാന്ധി അനുസ്മരണവും ദേശീയോദ്ഗ്രഥന സംഗമവും DCC ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല ഉദ്ഘാടനം ചെയ്തു. താനൂർ രായിരമംഗലം ഗവൺമെൻറ് LP സ്കൂളിൽ മഹാത്മജിയുടെ രക്തസാക്ഷിത്വത്തിന് 75ാം വാർഷികത്തിന്റെ ഭാഗമായി സ്മരണാഞ്ജലി സംഘടിപ്പിച്ചു. ഇതോടെ വെട്ടൻ ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.